പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ ചർച്ച ഒരു പുതിയ സ്കോളർഷിപ്പിനെ കുറിച്ചാണ്. അതായത് ഇന്ത്യയിലെ മൊത്തം, കേരളത്തിലെ മാത്രമല്ല മൊത്തം സ്ഥലങ്ങളിലും 9ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ പഠിക്കുന്ന പിന്നാക്ക വിഭാഗത്തിലെ പെൺകുട്ടികൾക്ക് മൗലാന ആസാദ് സ്കോളർഷിപ്പ് ഉണ്ട്. അത് നല്ല സംഖ്യയുണ്ട്. ഹൈസ്കൂളിൽ 9, 10 ക്ലാസ്സിൽ പഠിക്കുന്നവർക്ക് 5000 രൂപ പെർ ആനവും, അതുപോലെ 11, 12 ക്ലാസ്സിൽ പഠിക്കുന്നവർക്ക് 6000 പെർ ആനവും. അപ്പോൾ ആ സ്കോളർഷിപ്പ് എങ്ങനെയാണ് ഓൺലൈൻ അപ്ലൈ ചെയ്യേണ്ടത്? സാധാരണഗതിയിൽ അത് ഓഫ്ലൈൻ ആയിരുന്നു, ഇപ്പോൾ ഓൺലൈൻ ആയിട്ടുണ്ട്. ഓൺലൈനിൽ അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നും അതിൻ്റെ മറ്റു ഡീറ്റെയിൽസുമാണ്, അതിൻ്റെ കൂടെ എന്തെല്ലാം സമർപ്പിക്കണം, കിട്ടുമോ ഇല്ലേ, മുൻ വർഷങ്ങൾ എങ്ങനെ കിട്ടിയിട്ടുണ്ട്, അത്തരം ഡീറ്റെയിൽസാണ് ഈ വീഡിയോയിൽ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക. നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട്, നിങ്ങൾക്ക് ഈ കാണുന്നവർക്ക് ഈ സ്കോളർഷിപ്പുമായിട്ട് ബന്ധമില്ലെങ്കിൽ, അല്ലെങ്കിൽ സ്വന്തം മക്കൾ പെൺകുട്ടികൾ പഠിക്കുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ ഇത് കിട്ടുന്ന വിഭാഗത്തിലല്ല എങ്കിൽ, ഇത് കിട്ടുന്നവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ആർക്കെങ്കിലും ഉപകാരപ്പെട്ട, ഞാനിപ്പോൾ ചെയ്യുന്ന അങ്ങനെയാണ്, എൻ്റെ ആർക്കും ഇത് കിട്ടാൻ വേണ്ടിയിട്ടല്ല, പരമാവധി ആളുകൾക്ക് ഇത് ഈ ഇൻഫർമേഷൻ എത്തിക്കുക, അവർക്ക് അതിൻ്റെ ഗുണം കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ അതുപോലെ സാധാരണ പറയുന്ന പോലെ തന്നെ ഒരു കാര്യം കൂടെ പറയാം. നിങ്ങൾ ആദ്യമായിട്ട് തന്നെ ഈ ചാനലിൽ നിന്ന് ഒരു വീഡിയോ കാണുന്നതെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക, തൊട്ടടുത്ത് ബെൽ ഐക്കൺ വരും, അതുകൂടെ എനേബിൾ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഇത്തരം എഡ്യൂക്കേഷണലി ഇമ്പോർട്ടൻ്റ് ആയ എല്ലാ ഇൻഫർമേഷനും അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും. അതുപോലെ ടെക്നോളജി പരമായ വീഡിയോസ്, മറ്റെല്ലാ വീഡിയോസും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സ്കോളർഷിപ്പിൻ്റെ സൈറ്റ് സാധാരണ പറയാറുള്ളത് പോലെ സൈറ്റ് അഡ്രസ്സ് www.maef.nic.in ആണ്. പക്ഷേ അങ്ങനെ ഓർത്തിരിക്കണമെന്നില്ല. മൗലാന ആസാദ് സ്കോളർഷിപ്പ് എന്ന് ഗൂഗിളിൽ ടൈപ്പ് ചെയ്താൽ ഉടനെ വരുന്ന ആദ്യത്തത് വെൽക്കം ടു മൗലാന ആസാദ് എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ www.maef.nic.in, അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് അതാണ് ഹോം പേജ്. ആ ഹോം പേജിൽ മൗലാന ആസാദ് എഡ്യൂക്കേഷൻ ഫൗണ്ടേഷനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമുക്ക് കാണാം. അതിൽ നമുക്ക് വേണ്ടത് ഈ വലത് സൈഡിലെ MAEF സ്കീംസ്, അത് ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് ധാരാളം ഓപ്ഷൻസ് കാണാം. ഗ്രാൻഡ് ഇൻ എയ്ഡ് സ്കീമൊക്കെ ഉണ്ട്. അതിൽ സ്കോളർഷിപ്പ് രണ്ടാമത്തത്, അതിൻ്റെ അഡ്വർടൈസ്മെൻ്റാണ് ഒന്നാമത് പറയുന്ന കാര്യം. അതിൽ രണ്ടാമത് ഓൺലൈൻ രജിസ്ട്രേഷൻ ഫോർ ബീഗം ഹസ്രത്ത് മഹൽ നാഷണൽ സ്കോളർഷിപ്പ് സ്കീം, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വരുന്നൊരു പുതിയ പേജാണ്. ആ പേജിൽ 3 ഓപ്ഷൻസ് കാണാം. സ്കോളർഷിപ്പ് സ്കീം ഫോർ മെറിറ്റോറിയസ് ഗേൾ സ്റ്റുഡൻസ്, അതിൻ്റെ ഡീറ്റെയിൽസ് അവിടെ വായിച്ചു നോക്കാം നമുക്ക്. തൊട്ടടുത്ത് എലിജിബിലിറ്റി, തൊട്ട് മുമ്പത്തെ വർഷം 50% മാർക്ക് വേണമെന്നുള്ളതും ഇൻകം 2 ലക്ഷത്തിന് താഴെ ആയിരിക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട എലിജിബിലിറ്റി. തൊട്ടടുത്തുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷനാണ് വരിക, പുതിയ പേജ്. അതിൻ്റെ ഏറ്റവും മുകളിൽ രണ്ടാമത് കാണുന്നത് രജിസ്ട്രേഷൻ. ആ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 2 ഓപ്ഷൻസ് വരും. അപ്ലൈ ഫോർ ഫ്രഷ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കുറച്ച് ഡീറ്റെയിൽസ് വായിക്കാൻ കിട്ടും. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ്. 2 ലക്ഷത്തിന് താഴെ ഇൻകം വേണം. ആ ഇൻകം സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസറോ ആര് തന്നാണെങ്കിലും ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ ഉള്ളതാണ് നല്ലത്. മലയാളത്തിലാണെങ്കിൽ അതിൻ്റെ ഒരു സെൽഫ് സർട്ടിഫൈഡ് ഹിന്ദി ഓർ ഇംഗ്ലീഷ് വേർഷനും കൂടെ വേണമെന്ന് പറയുന്നു. ഏറ്റവും നല്ലത് വില്ലേജ് ഓഫീസിൽ നിന്ന് തന്നെ ഇംഗ്ലീഷ് സർട്ടിഫിക്കറ്റ് കിട്ടാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ തഹസിൽദാരോട് വാങ്ങിച്ചാൽ മതി. 2 ലക്ഷത്തിൽ താഴെ ആയിരിക്കണം. ഈ സ്കോളർഷിപ്പ് കിട്ടുന്നത് വരുമാനവും അതുപോലെ മാർക്ക് നോക്കിയിട്ടാണ്. പ്രീവിയസ് ഇയറിൽ ഹൈ മാർക്കും, ഇപ്പോൾ +1 ആണ് ചെയ്യുന്നതെങ്കിൽ SSLCക്ക് ഫുൾ A+, ലോ ഇൻകവും ആണെങ്കിൽ സ്കോളർഷിപ്പ് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. താഴെ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ പേജിലേക്ക് വരും. ആ രജിസ്ട്രേഷൻ പേജിൽ സാധാരണ പോലെ ഡീറ്റെയിൽസ് പറയണമെന്നില്ലാന്ന് തോന്നുന്നു. സ്റ്റേറ്റ് കേരളയാണ് ഇപ്പോൾ ഞാൻ അപ്ലൈ ചെയ്യുന്നത്. കേരള, സ്റ്റുഡൻറ്റ് നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ഫാദർ ഓർ ഗാർഡിയൻസ് നെയിം, SSLC ബുക്കിലുള്ളത് പോലെ തെറ്റാതെ എഴുതുക. മദേഴ്സ് നെയിം, റിലീജിയൻ, സ്കോളർഷിപ്പ് ക്ലാസ്, ഇപ്പോൾ പഠിക്കുന്ന ക്ലാസ്, ആനുവൽ ഫാമിലി ഇൻകം, അതൊക്കെ സ്റ്റാർ മാർക്കുള്ളതൊക്കെ മാൻഡേറ്ററി ആണ്. ഫാമിലി ഇൻകം ഞാൻ ഈ പറഞ്ഞ 2 ലക്ഷത്തിന് താഴെയുള്ള ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങിക്കുക. വളരെ ചെറിയ ഇൻകമാണ് കിട്ടുന്നതെങ്കിൽ സ്കോളർഷിപ്പ് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. ഇൻകവും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇൻകവും മാർക്കും തന്നെയാണ് ഇത് കിട്ടുന്നതിൻ്റെ രീതി. മുൻ വർഷങ്ങളിൽ നല്ല സ്കോളർഷിപ്പ് കിട്ടിയിട്ടുണ്ട്. അപേക്ഷ മുഴുവൻ കുട്ടികൾക്കും കിട്ടിയ വർഷങ്ങളൊക്കെ ഉണ്ട്. ഈ വർഷത്തെ പറയാൻ കഴിയില്ല. കഴിഞ്ഞ വർഷം കുറച്ച് കുട്ടികൾക്ക് കുറവാണ്. പിന്നെ ഈ ഒബ്റ്റൈൻഡ് മാർക്സിൻ്റെ കാര്യത്തിൽ കേരള SSLC ആണെങ്കിൽ ഗ്രേഡാണ്. അപ്പോൾ ഫുൾ A+ ഉണ്ടെങ്കിൽ 95 എന്ന് കൊടുക്കാം. ടോട്ടൽ മാർക്സ് ഔട്ട് ഓഫ് 100 എന്നുള്ള രീതിയിൽ കൊടുക്കാം. മറ്റ് സിലബസ് ആണെങ്കിൽ അതിനനുസരിച്ച് അപ്ലൈ ചെയ്യാം, അതിന് കുഴപ്പമില്ല. റിലീജിയൻ ഞാൻ ഈ പറഞ്ഞ 6 വിഭാഗങ്ങൾക്കാണ്. മുസ്ലിം, ക്രിസ്ത്യൻ, സിഖ്, പാഴ്സി, ജൈൻ ആൻഡ് ബുദ്ധിസ്റ്റ്. ഈ 6 വിഭാഗങ്ങളുടെ പെൺകുട്ടികൾക്ക് മാത്രമാണ്. ഐഡൻറ്റിഫിക്കേഷൻ ഡീറ്റെയിൽസിൽ ആധാർ നമ്പറും കൊടുക്കുന്നു. അതിനുശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം. അങ്ങനെ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അഡ്രസ് ഡീറ്റെയിൽസ് ആണ്. അത് വിശദീകരിക്കേണ്ട കാര്യമില്ല. ഹൗസ് നമ്പർ ഓർ സ്ട്രീറ്റ് നമ്പർ, അത് സത്യത്തിൽ മലയാളികൾക്ക് അങ്ങനെ ഒരു പരിചയമില്ല എങ്കിൽ വീട്ടു പേര് കൊടുക്കുക. പിന്നെ അഡ്രസ്സിലെ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം, സ്ഥലം, പോസ്റ്റ് ഓഫീസൊക്കെ. തൊട്ട് താഴെ പോസ്റ്റ് ഓഫീസും സ്റ്റേറ്റ് വീണ്ടും ചോദിക്കുന്നു. ജില്ല ഓട്ടോമാറ്റിക്കലി അവിടെ സെലക്ട് ആയിട്ട് വരും. ജില്ലയും കൊടുക്കാം. ജില്ല, പിൻകോഡ്,
പിന്നെ ഫോൺ നമ്പർ മാൻഡേറ്ററി ആണ്, തെറ്റില്ലാത്ത സ്ഥിരമായിട്ട് ഉപയോഗിക്കുമെന്ന് ഉറപ്പുള്ള ഒരു ഫോൺ നമ്പറും കൂടെ ടൈപ്പ് ചെയ്യുക. ശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. അടുത്തത് വേണ്ടത് ബാങ്ക് ഡീറ്റെയിൽസ് ആണ്. കാരണം ഓരോ ബെനിഫിഷ്യറിയുടെയും ബാങ്കിലേക്കാണ് സ്കോളർഷിപ്പ് വരിക, സ്കൂളിലേക്കോ കോളേജിലേക്കോ അല്ല. അതുകൊണ്ട് ബാങ്കും ബാങ്കിൻ്റെ IFSC കോഡും നമ്മൾ അറിയണം. അതുപോലെ ഇത് ലാസ്റ്റ് അയച്ചു കൊടുക്കുമ്പോൾ ബാങ്ക് പാസ്ബുക്കിൻ്റെ ഫസ്റ്റ് പേജ് കൂടെ വേണ്ടതുകൊണ്ട് ഫുൾ ഡീറ്റെയിൽസും തെറ്റാതെ ടൈപ്പ് ചെയ്യുക. ബാങ്കിൻ്റെ പേര്, അഡ്രസ്സ്, സ്റ്റേറ്റ്, ഡിസ്ട്രിക്റ്റ്, പിൻകോഡ്, ബ്രാഞ്ച് കോഡ്, ബാങ്ക് അക്കൗണ്ട് നമ്പർ, IFSC കോഡ്, ഇത്രയും സാധനങ്ങൾ നിർബന്ധമാണ്. IFSC കോഡ്, MICR കോഡ് ചോദിക്കുന്നുണ്ട്, പക്ഷേ സ്റ്റാർ മാർക്ക് ഇല്ലാത്തതുകൊണ്ട് മാൻഡേറ്ററി അല്ല, അറിയാമെങ്കിൽ മാത്രം കൊടുത്താൽ മതി. പിന്നെ വേണ്ടത് രക്ഷിതാവിൻ്റെ ഒക്യുപ്പേഷനാണ്. അത് സർവീസിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൊടുക്കാം, അതിനെ അല്ല എങ്കിൽ നമ്മൾ കൂലിയോ എന്താണെന്നുള്ളത് അതേഴ്സ് എന്നുള്ള രീതിയിൽ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഡെസിഗ്നേഷനും ഓഫീസ് അഡ്രസ്സും ആവശ്യമുണ്ടെങ്കിൽ മാത്രം കൊടുക്കുക. എല്ലാം ടൈപ്പ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്താൽ അടുത്ത വേണ്ട പ്രസൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്, സ്കൂൾ ഡീറ്റെയിൽസാണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സ്റ്റേറ്റും ജില്ലയും സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ടത് ഇൻസ്റ്റിറ്റ്യൂട്ടിനൊരു കോഡുണ്ട്, DISC കോഡ് എന്നാണ് പറയുക. ആ കോഡ് നമുക്ക് അറിയില്ലെങ്കിൽ തൊട്ട് താഴെ ക്ലിക്ക് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ക്യാപ്ച കോഡ് കൂടെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ ജില്ലയിലെ മുഴുവൻ സ്ഥാപനങ്ങളുടെയും DISC കോഡ് വരും. നമുക്കതിൽ സെർച്ച് ചെയ്താൽ മതി. Ctrl+F ടൈപ്പ് ചെയ്തിട്ട് നമ്മൾ കുട്ടി പഠിക്കുന്ന സ്കൂളിൻ്റെ പേര് അല്ലെങ്കിൽ സ്ഥലമൊക്കെ ടൈപ്പ് ചെയ്താൽ മതി. ഇപ്പോൾ ഇവിടെ ഞാൻ അപ്ലൈ ചെയ്യുന്ന കുട്ടിയുടെ സ്കൂളിൻ്റെ കോഡ് വന്നിട്ടുണ്ട്. ആ കോഡ് ഒരു വലിയ നമ്പറാണ്, അത് കോപ്പി ചെയ്ത് ഈ വലിയ നമ്പർ കോപ്പി ചെയ്യുന്നു. കോപ്പി ചെയ്തിട്ട് നമ്മൾ സ്കോളർഷിപ്പ് പേജിലേക്ക് പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്നു. ലിസ്റ്റ് ഓഫ് ഡൈസ് കോഡ് നോക്കിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി സ്കൂളിൻ്റെ പേരൊക്കെ അവിടെ വരും. പിൻകോഡ് മാത്രമേ നമ്മൾ ഫില്ല് ചെയ്യേണ്ടതുള്ളൂ. നേരത്തെ സ്കൂളിന് വേണ്ടി സേവ് ചെയ്ത് വെച്ചൊരു ഫോൺ നമ്പർ അവിടെ വരും, നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റിയ നമ്പറല്ല. ഇതോടുകൂടി ഏതാണ്ട് ഇതിൻ്റെ സ്റ്റെപ്പുകൾ അവസാനിക്കുകയാണ്. താഴെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഡീറ്റെയിൽസ് നമ്മൾ നോക്കണം. കാരണം ഇതിൻ്റെ പ്രിൻ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇത് നമ്മളൊരു അഡ്രസ്സിൽ ഡൽഹിയിലേക്ക് അയച്ചു കൊടുക്കണം. ആ അയച്ചു കൊടുക്കുമ്പോൾ ഇതിൻ്റെ കൂടെ എന്തൊക്കെ വേണം എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. നോക്കുക, സ്റ്റുഡൻറ്റ് ഫോട്ടോഗ്രാഫ്, പ്രിൻ്റ് കിട്ടുന്നതിലൊരു ഫോട്ടോ ഒട്ടിച്ചിട്ട് സ്ഥാപന മേധാവി അത് അറ്റസ്റ്റ് ചെയ്യണം. രണ്ടാമത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻ വെരിഫിക്കേഷൻ ഫോം, ഒരു വെരിഫിക്കേഷൻ ഫോം ഉണ്ട്, അത് ഫില്ല് ചെയ്ത് സ്ഥാപന മേധാവി സൈൻ ചെയ്യണം. സെൽഫ് അറ്റസ്റ്റഡ് സർട്ടിഫിക്കറ്റ് ഓഫ് 10th 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് സെൽഫ് അറ്റസ്റ്റഡ് വേണം. ഇൻകം സർട്ടിഫിക്കറ്റ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഇംഗ്ലീഷിലുള്ള ഒരു ഇൻകം സർട്ടിഫിക്കറ്റ് ഉണ്ടാവണം. ഫോട്ടോ കോപ്പി ഓഫ് ഫസ്റ്റ് പേജ് ഓഫ് ബാങ്ക് പാസ്ബുക്ക് വേണം. ഫോട്ടോ കോപ്പി ഓഫ് ആധാർ, ഇത്രയും സാധനങ്ങൾ കൂടെ ചേർത്തിട്ടാണ് നമ്മൾ അയക്കേണ്ടത്. ഇതൊക്കെ ടിക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം താഴെ I accept എന്ന് ടിക്ക് ചെയ്യുക. എന്നിട്ട് ഈ ക്യാപ്ച ഒരു നമ്പർ വരും, അതുകൂടെ ചെയ്ത് സബ്മിറ്റ് കൊടുക്കുന്നതോടുകൂടെ വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു സ്കോളർഷിപ്പാണ്. മറ്റ് പല സ്കോളർഷിപ്പിനെ അപേക്ഷിച്ച് ഇത് വളരെ ഈസിയാണ്. കഴിഞ്ഞു. അതിൻ്റെ PDF വന്നിട്ടുണ്ട്. ഈ PDF പ്രിൻ്റ് എടുത്ത് സൂക്ഷിക്കാനല്ല, പ്രിൻ്റ് എടുത്ത് നമ്മൾ അതിനകത്ത് തന്നെ ഒരു അഡ്രസ്സ് ഉണ്ട്, ആ അഡ്രസ്സിൽ അയച്ചു കൊടുക്കണം. അങ്ങനെ അയച്ചു കൊടുക്കുമ്പോൾ കൂടെ വെക്കേണ്ട ഡോക്യുമെൻറ്റ്സാണ് നേരത്തെ പറഞ്ഞത്. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ സ്കോളർഷിപ്പ്, മൗലാന ആസാദ് സ്കോളർഷിപ്പ് വളരെ ഈസിയായിട്ട് ചെയ്യാവുന്ന, പോസ്റ്റ് മെട്രിക്കോ മറ്റ് പല സ്കോളർഷിപ്പിനെ അപേക്ഷിച്ച് സിമ്പിൾ സ്റ്റെപ്പിൽ ഏത് രക്ഷിതാവിനും കുട്ടിക്കും മൊബൈലിൽ നിന്ന് പോലും ചെയ്യാവുന്നത് മാത്രമേ ഉള്ളൂ. ഏതായാലും ഇത് അപ്ലൈ ചെയ്യുക. മിക്ക കുട്ടികൾക്കും 6000 രൂപ വെച്ച് +1 +2 പെൺകുട്ടികൾക്ക് കിട്ടും. ഹൈസ്കൂളിൽ 9-10 ക്ലാസ്സിലാണെങ്കിൽ 5000 രൂപ കിട്ടും. അത് അടുത്ത വർഷം പുതുക്കിയാൽ അടുത്ത വർഷങ്ങളിലും കിട്ടും. സ്വന്തം അക്കൗണ്ടിലേക്കാണ് വരിക. അപ്പോൾ സുഹൃത്തുക്കളെ, വീഡിയോ കണ്ടു മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും തൊട്ട് താഴെ ഒരു ഷെയർ ബട്ടണുണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. പരമാവധി ഗ്രൂപ്പുകളിലേക്ക്, വാട്സപ്പ്, ഫേസ്ബുക്കിലേക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും തൽക്കാലം വിടവാങ്ങുന്നു. സ്നേഹപൂർവ്വം ഞാൻ